പാലിയേക്കര ടോൾ മരവിപ്പിച്ചതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി. ഇന്ന് നടന്ന വാദത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉയർത്തിയത്. മോശം റോഡുകൾക്ക് എന്തിന് ടോൾ നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. സജു തോമസ് ചേരുന്നു. സജു, എന്താണ് കോടതിയിൽ സംഭവിച്ചത്? എന്തൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശം? ധന്യ, സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് രൂക്ഷമായ വിമർശനമാണ് ഇന്നും കേൾക്കേണ്ടി വന്നത്. അതായത് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിൽ പ്രധാനമായിട്ട് മോശം റോഡുകൾക്ക് എന്തിനാണ് ടോൾ നൽകേണ്ടതെന്നുള്ള ചോദ്യമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഗതാഗത കുരുക്കും സുപ്രീം കോടതി ഇന്ന് പരാമർശിച്ചിരുന്നു. റോഡിന്റെ അവസ്ഥ പരിതാപകരമാണെന്നാണ് സുപ്രീം കോടതി ഇന്ന് വിമർശനം ഉയർത്തിയത്. 1 മണിക്കൂർ എടുക്കേണ്ട ദൂരത്തിന് 11 മണിക്കൂർ എടുക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് ഇന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് റോഡിൽ ഇറങ്ങുന്ന ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഈ വാദത്തിനിടെ പറയുകയുണ്ടായി. മഴ മൂലമാണ് അറ്റകുറ്റപ്പണി വൈകുന്നതെന്നും 3 ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടക്കുന്നുവെന്നുമുള്ള വാദത്തിന് എങ്കിൽ മഴ കഴിഞ്ഞിട്ട് പോരെ ടോൾ പിരിക്കേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ചോദ്യവും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇത്തരം റോഡുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി മെച്ചപ്പെട്ട പദ്ധതി തയ്യാറാക്കണമെന്നും സുപ്രീം കോടതി ഇന്നിപ്പോൾ പറയുകയുണ്ടായി. എന്തായാലും ഇതിൽ വിധി പറയാൻ വേണ്ടി സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ കേൾക്കേണ്ടി വന്നെങ്കിൽ പോലും ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി സജു.